മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വന്നതോടെ തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചാരണം തുടങ്ങി. ശശി തരൂരിനും സി ദിവാകരനും കുമ്മനം രാജശേഖരനും വോട്ട് അഭ്യർത്ഥിച്ചുള്ള ചുമരെഴുത്തുകൾ നഗരത്തിൽ കണ്ടുതുടങ്ങി. ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് മണ്ഡലം പോകുന്നത്. UDF, LDF, BJP സ്ഥാനാർത്ഥികളുടെ ചുമരെഴുത്തുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കാണാൻ കഴിയുന്ന മണ്ഡലം ഒരുപക്ഷെ തിരുവനന്തപുരമായിരിക്കും. UDF സ്ഥാനാർത്ഥിയായി ശശി തരൂർ നേരത്തെ തന്നെ ഉറപ്പായിരുന്നു. തരൂരിന് വേണ്ടിയുള്ള പ്രചരണവും നേരത്തെ തുടങ്ങി. LDF സ്ഥാനാർത്ഥിയായി സി ദിവാകരനെ കഴിഞ്ഞ ദിവസം തീരുമാനിച്ചതോടെ ദിവാകരന് വേണ്ടിയും ചുമരെഴുത്തുകൾ ആരംഭിച്ചു. മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയാവുന്ന ഉറപ്പായതോടെ ഇന്നലെ തന്നെ BJP ക്യാമ്പും പ്രചരണം തുടങ്ങി. LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അടുത്ത ദിവസം നടക്കും. കോൺഗ്രസിന്റെയും BJPയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നാലേ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് അവർ കടക്കൂ. തരൂർ വിജയം ആവർത്തിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തെ 3ാം സ്ഥാനം 1ാം സ്ഥാനമാക്കാനാണ് ദിവാകരനിലൂടെ CPI ശ്രമിക്കുന്നത്. പാർലമെന്റിലേക്കുള്ള അക്കൗണ്ട് തുറക്കാനാണ് BJP കുമ്മനത്തെ ഇറക്കിയത്. സ്ഥാനാർത്ഥികൾ വ്യക്തമായതോടെ തിരുവനന്തപുരത്ത് പ്രചരണ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആർക്കൊപ്പമാകും മണ്ഡലം നിൽക്കുക എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ക്യാമറ പേഴ്സൺ ഷിജിത് കണ്ണൌത്തിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം.